മലയാളത്തിലെ പ്രമുഖ നടനായ ഫഹദ് ഫാസിലിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് സിനിമയ്ക്ക് കയറുന്ന ചില വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ ഒരിക്കലും മലയാള സിനിമയല്ല, തമിഴ് സിനിമയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇന്നലെ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, 3 പേർ സിനിമയ്ക്ക് വന്നപ്പോൾ അവർ പറയുന്നു, ഇത് നിജമാ തമിഴ് പടം താനെടാ. അപ്പോൾ എന്താണ്, പല ആളുകളും ഇതൊരു മലയാള സിനിമയാണെന്ന് വിചാരിച്ചിട്ടാണ് സിനിമയ്ക്ക് കയറിയത്. പക്ഷേ ആ കണ്ടിറങ്ങിയ എല്ലാവരും കയ്യടിയോടെ തന്നെയാണ് തിയേറ്റർ വിട്ടു പോയത്. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് റിവ്യൂ പറയാനുള്ള ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്നാണ് ഈ സിനിമയ്ക്ക് ലേറ്റായിട്ട് റിവ്യൂ പറയാനുള്ള കാരണം കൂടി. അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഫാഫ ആൻഡ് വടിവേലു ഇവർ നടിക്കും മാരീസൻ. ഇതിനു മുൻപ് കുറച്ച് നമുക്ക് ബാക്ക് പോവാം, കേരളത്തിലേക്ക് വരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദിലീപേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, വില്ലാളി വീരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സംവിധായകനാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിട്ടുള്ള ആ ഒരു ന്യൂസാണ് നമ്മുടെ കേരളത്തിലുള്ള എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചിട്ട്, ഈ വില്ലാളി വീരൻ എന്ന് പറഞ്ഞ പടം പൊട്ടിയൊരു പടമാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് പലരും സിനിമയ്ക്ക് പോവാതെ ഇരിക്കരുത്. കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുത്തി, ഒരുപാട് മാറിയിട്ടാണ് ഈ സിനിമനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമേൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് വളരെ പതുക്കെ സിനിമ അവസാനിപ്പിക്കുകയാണ്. ഈ വളരെ പതുക്കെ സിനിമ അവസാനിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഓരോ നിമിഷവും നമുക്ക് എന്താ പറയുക, ചിരിക്കാനും ചിന്തിപ്പിക്കാനും പിന്നെ ത്രില്ലടിപ്പിക്കാനും, അതാണ് മെയിൻ കേട്ടോ. ത്രില്ലടിപ്പിക്കാനും പറ്റിയൊരു സാധനമാണ് ഈ മാരീസൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ പലരും പല രീതിയിലാണ് റിവ്യൂ ഇട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയണത്. കാരണം നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലാലേട്ടൻ്റെ തുടരും, ഈ സിനിമയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്ററിൽ നിന്ന് കൈയടിച്ച് ഒരു സംതൃപ്തിയോടെ ഇറങ്ങി വന്ന സിനിമ. അപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ട സിനിമ, തിയേറ്ററിൽ പോയി കണ്ട സിനിമയിൽ എനിക്ക് അതേ സംതൃപ്തിയോടെ തിയേറ്ററിൽ വിട്ടിറങ്ങിയ ഒരു സിനിമയാണ് ഈ മാരീസൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെയും വടിവേലുവിൻ്റെയും ആക്ടിങ്, ഇവരുടെ രണ്ടാളെ ആക്ടിങ് നമ്മൾ ഇതിന് മുൻപ് ഒരു സിനിമയിൽ കണ്ടതാണ്. എന്താണ് ആ സിനിമ? മാമണ്ണൻ ആണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ആ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. അതേ ലെവൽ തന്നെയാണ് ഇവിടെയും പെർഫോമൻസ്. പിന്നെ ഏറ്റവും എനിക്ക് ഈ സിനിമയുടെ രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ തിരക്കഥ എഴുതിയ സംഭവം തന്നെയാണ്. അത് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത്ര സ്ലോവിലാണ് സിനിമ പോകുന്നുണ്ടെങ്കിലും സിനിമ എൻഗേജിങ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഥാപാത്രങ്ങൾ വെച്ച് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. 2-2.5 മണിക്കൂർ ഒരു കഥ എഴുതുക എന്ന് പറയുന്നത് തന്നെ വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അതിൽ ആളുകളെ എൻഗേജ്മെൻ്റ് ആക്കി സിനിമ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് തിരക്കഥൻ്റെ പിൻബലം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ സിനിമ നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ, ഇപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങി ആകെ ഒരു വഴിക്കായി നിൽക്കുകയാണ്. അപ്പോൾ സിനിമ കാണാൻ പോകുന്നവർ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഒരു തരത്തിലും ഈ സിനിമക്ക് കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസ ഒരു തരത്തിലും നഷ്ടമാവില്ല.